ആരോഗ്യമേഖലയിലെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ പർവ്വതീകരിച്ചു കാണിക്കാൻ ശ്രമിക്കുകയാണെന്ന് അഡ്വക്കേറ്റ് എൻ ഷംസീർ തലശ്ശേരി ജനറൽ ആശുപത്രി അത്യാഹിത വിഭാഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. കേരളത്തിലെ ആരോഗ്യരംഗം ഇന്ത്യക്കും ലോകത്തിനും മാതൃകയായി കുതിച്ചുയരുമ്പോൾ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ പർവ്വതീകരിച്ചു കാണിക്കുകയും ആസൂത്രിതമായി കേരളത്തിന്റെ ആരോഗ്യമേഖല ആകെ മോശമാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ ദൃശ്യമാധ്യമങ്ങൾ ശ്രമിക്കുകയാണെന്നും പണത്തിന്റെ തൂക്കത്തിനനുസരിച്ച് ചികിത്സ നൽകുന്ന സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടി സാധാരണക്കാർ ആശ്രയിക്കുന്ന പൊതുജനാരോഗ്യ മേഖലയെ തകർക്കാനാണ് ഇക്കൂട്ടർ ശ്രമിക്കുന്നതെന്നും നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ പറഞ്ഞു. തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ആധുനിക രീതിയിൽ സജ്ജീകരിച്ച അത്യാഹിത വിഭാഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2028 ആകുമ്പോഴേക്കും തലശ്ശേരി ജനറൽ ആശുപത്രി കെട്ടിടം കണ്ടിക്കലിലേക്ക് മാറ്റി സ്ഥാപിക്കുകയും അമ്മയും കുഞ്ഞും ആശുപത്രി പ്രവർത്തനം സജ്ജമാകുന്നതോടെ കണ്ടിക്കൽ തലശ്ശേരിയുടെ മെഡിക്കൽ ഹബായി മാറുമെന്നും സ്പീക്കർ പറഞ്ഞു. ഒന്നും സംഭവിക്കുന്നില്ല, എല്ലാ പിഴവും സംഭവിക്കുന്നത് സർക്കാർ ആശുപത്രിയാണെന്ന് പ്രചരിപ്പിച്ച് ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ കേരളത്തിലെ സ്വകാര്യ കോർപ്പറേറ്റ് ഏജൻസികളുടെ ദാസ്യപ്പണിയെടുക്കുന്നവരാ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖലയിൽ എന്തെങ്കിലും ചെറിയ പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. ഏതെങ്കിലും ഡോക്ടർമാരുടെ പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നടപടി സ്വീകരിക്കണം. പകരം ആ സിസ്റ്റം ആകെ മോശമാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കാൻ ചില പത്രമാധ്യമങ്ങൾ സീരിയലൈസ് ചെയ്യല്ലേ. ഞാനൊരു ദിവസം നോക്കുമ്പോൾ ഇന്നത്തെ പത്രത്തിൽ, നാളത്തെ പത്രത്തിൽ തുടരും 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 അവസാനിക്കുന്നില്ല. എന്തിനിങ്ങനെ പ്രചരണം? ഇവിടെ ഈ ജനറൽ ഹോസ്പിറ്റലിൽ വന്നാൽ എന്തെല്ലാം ചികിത്സ ലഭിക്കുന്നുണ്ട്? ഏറ്റവും മികച്ച ഓർത്തോപെഡിക് സർജൻസ് ഇവിടെയല്ലേ? ഏറ്റവും മികച്ച ഗൈനക്കോളജിസ്റ്റ് ഇവിടെയല്ലേ? ഏറ്റവും മികച്ച യൂറോളജിസ്റ്റ് ഇവിടെയല്ലേ? ഏറ്റവും മികച്ച ട്രീറ്റ്മെന്റ് സാധാരണക്കാരന് ഒരു പൈസ പോലും ചെലവാക്കാതെ ലഭിക്കുന്ന കേന്ദ്രം തലശ്ശേരി ജനറൽ ഹോസ്പിറ്റലല്ലേ? എല്ലാ എന്ന് ആർക്കും പറയാൻ പറ്റില്ല. എന്നാൽ ഇവിടെ വരുന്ന ആളുകളെ ഇവിടെ വരാതാക്കാനും പകരം ഈ കോർപ്പറേറ്റ് ആശുപത്രിയിലേക്ക് പോകാനും വേണ്ടി അവരിൽ നിന്നും ലഭിച്ചോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്നെ പോലും ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആൾ അങ്ങനെ ആരോപണം ഉന്നയിക്കാൻ പാടില്ല. പക്ഷേ ഈ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല. പോരായ്മകളുണ്ടാവും. മനുഷ്യനാണല്ലോ, തെറ്റു മനുഷ്യന് പറ്റുമല്ലോ, ദൈവങ്ങളല്ലല്ലോ. തെറ്റ് പറ്റാത്തത് മനുഷ്യരാരും കൊണ്ടോ? അപ്പൊ തെറ്റ് പറ്റുന്നവരെ തെറ്റ് കണ്ടെത്തി ശിക്ഷിക്കും. പകരം ആ തെറ്റ് പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് കേരളത്തിന്റെ ആരോഗ്യ മേഖല ആകെ മോശമാണ് എന്ന രീതിയിൽ പ്രചാരവേല ഉണ്ടാക്കുന്നത് സാധാരണക്കാരന് ആശുപത്രിയിൽ വരാതിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കാനാണ്. ഒരു 2028 ആകുമ്പോഴേക്കെങ്കിലും ഇത് പൂർണ്ണമായും കണ്ടിക്കലിലേക്ക് മാറ്റണം. 2026 മെയ് ജൂണോടുകൂടി നമുക്ക് ഈ പറഞ്ഞ പീഡിയാട്രിക് ആൻഡ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഇവിടുന്ന് പൂർണ്ണമായും അങ്ങോട്ട് ഡിറ്റാച്ച് ചെയ്യണം. അങ്ങനെ വരുമ്പം ഇവിടെ കുറച്ച് തിരക്കൊഴിയും. തുടർന്ന് പൂർണ്ണമായും ഒരു ഹോസ്പിറ്റൽ ഹബ്ബായി ഈ കണ്ടിക്കൽ മേഖലയെ മാറ്റി തീർക്കുക എന്നുള്ളത് ഞങ്ങളുടെ വിഷനാണ്. ആ വിഷന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ ഞങ്ങൾക്കുണ്ട്. വൻകിട സ്വകാര്യ ആശുപത്രികളെ വെല്ലുന്ന സൗകര്യങ്ങളുമായി അത്യാധുനിക ഉപകരണങ്ങളും ജീവൻ രക്ഷാ സംവിധാനങ്ങളുമായാണ് അത്യാഹിത വിഭാഗം സജ്ജീകരിച്ചത്. അഡ്മിഷൻ കൗണ്ടർ, റിസപ്ഷൻ, പോലീസ് എയ്ഡ് പോസ്റ്റ് തുടങ്ങിയുള്ള സംവിധാനങ്ങൾ കാഷ്വാലിറ്റിയോടനുബന്ധിച്ചിട്ടുണ്ട്. എമർജൻസി വിഭാഗത്തിൽ ട്രയേജ് സിസ്റ്റവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. രോഗികളുടെ രോഗവിവരം കണക്കിലെടുത്ത 3 ദിശയിലേക്ക് മാറ്റുന്നതാണ് ഈ സംവിധാനം. ഇതിനായി ചുവപ്പ്, മഞ്ഞ, പച്ച നിറത്തിൽ അത്യാഹിത വിഭാഗത്തെ തരം തിരിച്ചിട്ടുണ്ട്. അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗിയെ റെഡ് സോണിലേക്ക് മാറ്റും. ഇവിടെ 4 ബെഡും വെന്റിലേറ്ററും ഓക്സിജൻ സംവിധാനവുമുണ്ട്. യെല്ലോ സോണിൽ 5ഉം ഗ്രീൻ സോണിൽ 6ഉം ബെഡുകളാണുള്ളത്. കുട്ടികളുടെ പരിചരണത്തിനുള്ള 1 ബെഡുമുണ്ട്. ചടങ്ങിൽ തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കാരായി ചന്ദ്രശേഖരൻ അധ്യക്ഷനായി. തലശ്ശേരി ജനറൽ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് എം ജമീല റിപ്പോർട്ട് അവതരിപ്പിച്ചു. തലശ്ശേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ വി സതി, തലശ്ശേരി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ COT ഷബീർ, വാർഡ് കൗൺസിലർ ഷഹനാസ് മൻസൂർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ KT രേഖ, NHM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ PK അനിൽകുമാർ, ബൈറുഹ ഫൗണ്ടേഷൻ ഭാരവാഹി KE സുനിൽ, സെക്രട്ടറി VS രഹ്ന, നഴ്സിംഗ് സൂപ്രണ്ട് മിനി ജോസഫ്, RMO VS ജിത്തിൻ, രാഷ്ട്രീയ പ്രതിനിധികളായ CK രമേശൻ, MP അരവിന്ദാഷൻ, അഡ്വക്കേറ്റ് KL ലത്തീഫ്, അഡ്വക്കേറ്റ് KM ശ്രീധരൻ, K അജേഷ്, പ്രസന്നൻ, ബാബു ഡി ക്രൂസ്, BP മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു.